നമസ്കാരം. റിയൽ ഇൻഫോബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് സന്തോഷ വാർത്ത. നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർ കാത്തിരുന്ന ജനപ്രിയ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മാസാമാസം 1000 രൂപ വീതം പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അതുകൊണ്ട് തന്നെ 1000 രൂപ വേണ്ടവരെല്ലാം റേഷൻ കാർഡുള്ള എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ടാകും. സർക്കാരിൻ്റെ കണക്ക് കൂട്ടലിൽ 31 ലക്ഷം ഉണ്ടെന്നാണ് കണക്ക്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ നിബന്ധനകൾ, മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ പ്രക്രിയ എന്നിവ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്നത് നമ്മുടെ സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനമായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. 2025 നവംബർ 1 തീയതി മുതൽ ഈ പദ്ധതിക്ക് പ്രാബല്യമുണ്ടായിരിക്കുമെന്നും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹതപ്പെട്ട AAY BPL കാർഡുള്ളവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതായത് മഞ്ഞ, പിങ്ക് കാർഡുള്ളവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ടാകും. മെസ്സേജ് ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെ മെസ്സേജ് വന്നവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സുഗമമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനായി സാധിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അക്ഷയ വഴിയോ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓഫ്ലൈനായി ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് അപേക്ഷ നൽകിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവരാണ് നമ്മുടെ അപേക്ഷ കൈകാര്യം ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത്. ആധാർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയും കൂടാതെ നമ്മുടെ ഒരു അർഹത തെളിയിക്കുന്നതിനുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രവും കൂടി നൽകണം. അതായത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്നും സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നും അംഗമല്ല എന്നും സർക്കാർ പുതിയതായി നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അർഹതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കുക. 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. 35 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലുള്ളവർക്കും അപേക്ഷിക്കാൻ അർഹതയില്ല. വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നുമില്ല എങ്കിൽ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖയായി ഹാജരാക്കാവുന്നതാണ്. കൂടാതെ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമാവാൻ പാടില്ല. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന കുടുംബ പെൻഷൻ, EPF പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല. കൂടാതെ സർക്കാർ ജോലി, അർദ്ധ സർക്കാർ ജോലി, മറ്റ് പ്രൈവറ്റ് കമ്പനികൾ എന്നിവയിൽ ജോലിയും പാടില്ല. ഇങ്ങനെയുള്ള പ്രധാന നിബന്ധനകളെല്ലാം പാലിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇതിൻ്റെ അപേക്ഷ ഉടൻ സ്വീകരിക്കാൻ തുടങ്ങുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അത് നമ്മുടെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപേക്ഷയുടെയും സാക്ഷ്യപത്രത്തിൻ്റെയും കൃത്യമായ ഫോം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതും ഉടൻ തന്നെ അറിയാവുന്നതാണ്. കാരണം ഇതിൻ്റെ ആദ്യ ഗഡു നവംബർ മാസം മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 1000 രൂപ വീതമാണ് 60 വയസ്സ് വരെ ലഭിക്കുക. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതി നിലക്കുന്നതാണ്. അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടാലും പദ്ധതി മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് വീഡിയോയിലൂടെ അറിയിക്കാം.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.